ഇവിടെ ഇപ്പോൾ വലിയ വിവാദം കത്തി പടരുന്നുണ്ട്. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് ഇപ്പോൾ വരും എന്നൊക്കെ വലിയ പ്രചാരണം നടത്തിയിരുന്നു. അത് നടത്തിയത് കഴിഞ്ഞ സർക്കാരും പിന്നീട് റിപ്പോർട്ടർ ടിവിയുമാണ്. പക്ഷേ വന്നില്ല. അപ്പോൾ നമ്മൾ കരുതി ചിലപ്പോൾ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഉള്ള സാങ്കേതിക കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമ പ്രശ്നങ്ങൾ മൂലം മുടങ്ങിപ്പോയി എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു ഇതിൻ്റെ പിന്നിൽ നടന്ന വമ്പൻ തട്ടിപ്പാണ്. അങ്ങനെ എന്താണ് യഥാർത്ഥത്തിൽ ഈ മെസ്സിയെ പോലെ അല്ലെങ്കിൽ അർജന്റീന ടീം പോലെ ഉള്ള ഒരു ടീം 2022 ലോകകപ്പ് ജയിച്ചതിന് ശേഷം, ഇപ്പോൾ ഈ ലോകകപ്പ് ഇപ്പോൾ കഴിഞ്ഞു, അതിന് മുമ്പ് ആ ലോകകപ്പ് ജേതാക്കളായ ഒരു ടീം കേരളം പോലെ ഒരു കൊച്ചു സ്ഥലത്തേക്ക്, അവർക്ക് വലിയ ആരാധക പിന്തുണ ഉണ്ടെന്നൊക്കെ ഉള്ളത് ശരി തന്നെ. പക്ഷെ ഫുട്ബോളിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വളരെ ചെറിയ രാജ്യമാണ്, കേരളം അതിലും എത്രയോ ചെറുതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് അർജന്റീന പോലെ ഒരു ടീം വരും എന്നുള്ളത് നമ്മൾ കണ്ണുടച്ചങ്ങ് വിശ്വസിച്ചത് അബദ്ധമായി പോയോ? എന്താണ് ഇതിന്റെ പിന്നിൽ നടന്ന യഥാർത്ഥ കഥ? എന്താ? തീർച്ചയായിട്ടും നമ്മൾ കണ്ണുടച്ച് വിശ്വസിച്ച പോലെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ പ്രേം പറഞ്ഞ പോലെ തന്നെ ഇത് 2022 ഖത്തർ വേൾഡ് കപ്പ് കഴിയുമ്പോഴാണ് മെസ്സിയെ ഇവിടെ കൊണ്ടുവരും, അർജന്റീനയെ കൊണ്ടുവരുമെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് നോംസ് ആൻഡ് കണ്ടീഷനുകളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഈ പറയുന്ന രീതിയിൽ കേരള സ്പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ചേർന്ന് വേണം ഇത് തീരുമാനിക്കാൻ. ആൾ ഇന്ത്യയിൽ ഇത് അറിയിക്കണം. ഇവിടുത്തെ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ആൾക്കാർ പിന്നെ ഇവരെ അറിയിക്കണം, ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിക്കണം. അവിടെ നിന്നുള്ള കത്താണ് അർജന്റീനയിൽ പോവേണ്ടത്. അർജന്റീനയെ അറിയിക്കണം, അതിനോടൊപ്പം തന്നെ ഫിഫയെ അറിയിക്കണം. അപ്പം ഇങ്ങനെ ഒരു ലോകോത്തര രാജ്യം, ഇങ്ങനെ കളിക്കുന്ന ഒരു രാജ്യം കളിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫിഫയും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും അറിയണം. അവരൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഇങ്ങനെ ഒരു ത്രൂ ചാനൽ അങ്ങ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ ചാനൽ കമ്പനിയും അവരുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമാണ് അതിൻ്റെ പ്രായോജകരായിട്ട് അങ്ങ് തീരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു തീരുമാനം, ഇത് വെറും ഒരു ചെറിയ തീരുമാനമല്ല. ഇതിങ്ങനെ ഒരു ഫുട്ബോൾ മത്സരം നടത്തുകയാണ്. അതൊരു ശരിക്കും ഒരു സന്നാഹ മത്സരമാണ്, വെറുതെ നടക്കുന്ന ഒരു മത്സരമാണെങ്കിൽ പോലും അതിന് എഴുത്തുകുത്തുകൾ ഒരുപാടുണ്ട്. അത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, സ്പോർട്സ് സെക്രട്ടറി അറിയണം, IAS തലത്തിലുള്ള ഒരു സ്പോർട്സ് സെക്രട്ടറി അറിയണം. അത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യണം. മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ട് ഈ പറയുന്ന സ്പോൺസർ എന്ന് പറയുന്നതിന് പത്രത്തിൽ കൂടെ പരസ്യം കൊടുത്ത് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങും ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഇതൊക്കെ റിപ്പോർട്ടർ TV ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയില്ല. ഇപ്പോൾ സ്റ്റാർ സ്പോർട്സ് ഒക്കെ ആണല്ലോ ഒരു ഈവൻ്റൊക്കെ അവർ ഇപ്പം നടക്കുന്ന ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുന്ന ക്രിക്കറ്റ് സോണിയാണത് ചെയ്തിരിക്കുന്നത്. അതുപോലെ സി സ്പോർട്സ് ആണ് കഴിഞ്ഞ ഈ വേൾഡ് കപ്പ് C5 ആണ് നടത്തി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് അത് ടെൻഡറിലൂടെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചില മാനദണ്ഡങ്ങളുണ്ട്. മന്ത്രിസഭ ചർച്ച ചെയ്തോ? വിദ്യാഭ്യാസ മന്ത്രി തലത്തിൽ ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. ആകെ സംസാരിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ TVയുടെ ആൾക്കാരും അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പഴയ മന്ത്രിയും സ്പോർട്സ് മന്ത്രിയും ചീഫ് സെക്രട്ടറി ജയതിലകനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. ഇവിടുന്ന് ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചു. അതാണ് ഇതിനകത്ത് പറ്റിയത്. അതിന് കൂട്ടുപിടിക്കാനായിട്ട് ഈ റിപ്പോർട്ടർ TV അതിൻ്റെ കൂടെ നിന്നു. റിപ്പോർട്ടർ TV ഇവരുടെ സ്വന്തം ആളെന്ന രീതിയിലാണ് നീങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ തെറ്റുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം തന്നെ എടുക്കാം. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഒരു കട ഇനാഗുറേഷന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് വിളിക്കാൻ അതിൻ്റെ പ്രോപ്പർ ചാനലില്ലേ? അതുപോലെ മെസ്സിയെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവിടാമായിരുന്നു. മെസ്സിയെ മാത്രം, അത് കൽക്കട്ടയിൽ വന്നല്ലോ, അറിഞ്ഞല്ലോ. കൽക്കട്ടയിൽ വന്ന് ആ പാടെ നാശകോശമായി, അവിടെ ആകെ പ്രശ്നമായി പോയി. ഇത് മെസ്സി മാത്രമല്ലല്ലോ വരുന്നത്. മെസ്സിക്കൊപ്പം അവരുടെ 15-അംഗ ടീം 150-ൽ പരം ആൾക്കാരും കണ്ട ഉള്ള ഒരു ടീം സന്നാഹത്തെയാണ് കൊണ്ടുവരേണ്ടത്. എത്ര കോടി രൂപയുടെ ചെലവ് വരും? അവരെ ഹോട്ടലിൽ താമസിപ്പിക്കണം, ചെറിയ ഹോട്ടലിൽ താമസിപ്പിക്കാൻ പറ്റുമോ? അവർക്ക് പരിശീലനം നടത്തണ്ടേ? അവർ ഈ പറയുന്ന രീതിയിൽ അവരെ കൊണ്ടുപോകണം, വരണം, തിരിച്ചെത്തിക്കണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയാണോ? ഇതൊരു ചെറിയ സംഗതിയാണോ? ഈ എഴുത്തുകുത്തുകൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ വളരെ നിസ്സാരം പോലെയാണ്. ഇവിടുന്ന് നേരെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി നേരെ സ്പെയിനിലേക്ക് പോകുന്നു. അവിടെ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയുന്നു, തിരിച്ചു വരുന്നു. മെസ്സി ഇത്രാം തീയതി ഇങ്ങ് വരുമെന്ന് പറയുന്നു. പ്രേമം ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യം, ഇപ്പോൾ ഇന്ത്യ എന്ന ഫുട്ബോൾ ടീമിന് പോലും അല്ലെങ്കിൽ പോട്ടെ ചെറിയ ടീമിന് പോലും അവർക്കൊരു ഷെഡ്യൂളുണ്ട്, ഒരു വർഷം അവരുടെ കലണ്ടറുണ്ട്. അതിൽ ആ വർഷത്തെ കലണ്ടറിൽ ഈ താരങ്ങളെ എല്ലാം ആ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ കിട്ടണമെങ്കിൽ താരങ്ങളെല്ലാം വേറെ ക്ലബ്ബുകളിൽ കളിക്കുന്നവരുമാണ്. ഇപ്പൊ വേൾഡ് കപ്പ് നടന്നു,
ഈ വേൾഡ് കപ്പ് നടന്ന സമയത്ത് വേൾഡ് കപ്പിന്റെ അർജന്റീന ടീമിലുള്ള എല്ലാവരും 7 ടീമിൽ കളിക്കുന്നവരാണ്. ഏതെല്ലാം ടീമിൽ കളിക്കുന്നവരാ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്നവരുണ്ട്, ആഴ്സണലിൽ കളിക്കുന്നവരുണ്ട്, ലിവർപൂളിൽ കളിക്കുന്നവരുണ്ട്, ടോട്ടൻഹാമിൽ കളിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും കൊണ്ടുവരണ്ടേ? അപ്പൊ ആ കലണ്ടർ വെച്ചല്ലേ ഒരു ടീമിന് വരാൻ പറ്റൂ. അത് 2022 വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ പറയുന്നത് എങ്ങനെ, ഈ വേൾഡ് കപ്പ് നടക്കുന്നതിന് മുമ്പാണ് ഇവർ പറയുന്നത്. അപ്പൊ വേൾഡ് കപ്പിന് പ്രാക്ടീസ് ചെയ്യാൻ പോകുമോ, കേരളത്തിൽ കളിക്കാൻ വരൂ? ഏതായാലും ഇതില് ഇപ്പോ നിർണായകമായേക്കുന്നത് പുതിയ സർക്കാർ വന്നു. അതെ, സ്പോർട്സ് വകുപ്പ് സെക്രട്ടറി N. പ്രശാന്ത്. അതെ, അദ്ദേഹം ഇതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അദ്ദേഹം പുറത്തുവിട്ട റിപ്പോർട്ടിൽ കുറച്ച് വസ്തുതകളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടും. കാരണം 2022 അർജന്റീന ലോകകപ്പ് ജേതാക്കളാകുന്നു. അതെ. തൊട്ടു പിന്നാലെ കേരളത്തിൽ നിന്ന് കിട്ടിയ ആരാധക പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവരുടെ ഒഫീഷ്യൽ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പൊ അതിന്റെ വാങ്ങലില് പലരും കേരളത്തിലേക്ക് സ്വാഗതം അങ്ങനെയൊക്കെ ഇട്ട് അതിന്റെ ഓളം പിടിച്ച് 2023 ജൂലൈ 8 ഗോട്ട് ആഡ് എന്ന് പറയുന്ന ഒരു കമ്പനി സർക്കാരിന്റെ മുമ്പിൽ ഒരു സജഷൻ വെക്കുന്നു പോലും. അത് ഈ കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുള്ളതാണ്. നമുക്ക് വസ്തുത എന്താണെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വാസ്തവമാണെങ്കിൽ ഈ ഗോട്ട് ആഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പറയുന്ന രീതിയിൽ മെസ്സിനെയും ടീമിനെയും കേരളത്തിൽ എത്തിക്കാം എന്നൊരു ശുപാർശ വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നേരെ സ്പെയിനിലേക്ക് പോവുകയാണ്. അത് പോയത് 2024 സെപ്റ്റംബറിൽ. എത്ര ലക്ഷം രൂപ ചെലവാ? അത് പറയട്ടെ. സെപ്റ്റംബറിലേക്ക് പോകുന്നു. സെപ്റ്റംബറിൽ ചെന്നിട്ട് അദ്ദേഹം അവിടെ വേണ്ടപ്പെട്ടവരെയൊക്കെ കാണുന്നു. അപ്പൊ എന്താണ് അപ്പോ ഏതൊക്കെയോ ചില മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ മെസ്സി വരുന്നുണ്ട് പോലും എന്ന തരത്തിൽ ഉണ്ടത്ര സാധനങ്ങൾ വാർത്തകൾ വരാൻ തുടങ്ങി. സ്ഥിരീകരിച്ചുകൊണ്ട് സെപ്റ്റംബറിൽ പോയ അബ്ദുറഹ്മാൻ നവംബർ 20 ഒരു വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപനം നടത്തുകയാണ്. അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരാനായിട്ട് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇദ്ദേഹം സ്പെയിനിൽ പോയി ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അധികൃതരെ കണ്ടു. അവരുമായിട്ട് ധാരണയിലായി, അവർ സമ്മതം അറിയിച്ചു എന്ന തരത്തിലാണ്. അപ്പോൾ അർജന്റീന പോലൊരു ടീമിന് ഇന്ത്യ പോലൊരു സ്ഥലത്ത് കളിക്കുന്നതിന് അവർക്ക് അങ്ങോട്ട് പാർട്ടിസിപ്പേഷൻ ഫീസ് കൊടുക്കണം. അപ്പൊ അവര് അർജന്റീനൻ ടീം സാധാരണ ഈടാക്കുന്നത് ഏതാണ്ട് 45 മുതൽ 50 കോടി രൂപയാണ്. പക്ഷേ ഇന്ത്യ പോലെ ഒരു സ്ഥലത്ത്, കേരളം പോലൊരു സ്ഥലത്ത് വരുന്നതിന് അവർ ചോദിച്ചത് അതിന്റെ എത്രയോ ഇരട്ടി, ഏകദേശം 200 കോടി രൂപയ്ക്ക് അടുത്ത്, 198 ഏകദേശം 200 കോടിക്ക് അടുത്താണ് ചോദിക്കുന്നത്. പിന്നെ അവർക്ക് വേണ്ട മറ്റ് ഫെസിലിറ്റീസും എല്ലാം കൂടി ഒരു 200-220 കോടി രൂപയ്ക്ക് അടുത്ത് മൊത്തം ഏകദേശ ചെലവ് കണക്കാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത കേരള സർക്കാരിന് ഇതേപോലെ, കാരണം അന്ന് തന്നെ വിമർശനങ്ങൾ ഒരുപാട് വന്നു. നമുക്കിവിടെ മര്യാദക്ക് കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ പോലും ഒരു മൈതാനമില്ല. അപ്പൊ ഈ അർജന്റീനൻ ടീമിനെ ഇത്രയും കാശ് മുടക്കി ഇവിടെ കൊണ്ടുവരുന്നതിലും ഭേദം നമ്മുടെ ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യം വികസിച്ചാൽ പോരെ, ഇതിന്റെ പകുതിയുടെ പകുതി പോലും പൈസ ചെലവില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹായഹസ്തവുമായിട്ട് ദിവ്യനെ പോലെ റിപ്പോർട്ടർ TV പൊട്ടി വീഴുന്നു. ഞങ്ങളത് ഏറ്റെടുത്തു. ഇപ്പൊ വരുന്ന മാധ്യമ വാർത്തകൾ വാസ്തവമാണെങ്കിൽ ഈ പറയുന്ന ഗോട്ട് ആഡ് എന്ന് പറയുന്ന ആ കമ്പനിയുടെയും ഈ പറയുന്ന റിപ്പോർട്ടർ TVയുടെ അണിയറ പ്രവർത്തകർ ഒരാൾ തന്നെയാണ്. പക്ഷെ അതിന്റെ വാർത്ത നിഷേധിക്കുന്നുണ്ട് കേട്ടോ. അവര് ഇപ്പൊ റിപ്പോർട്ടർ TVയുടെ അഡ്രസ് HMT കോളനി നോർത്ത് കളമശ്ശേരിയാണ്. ഈ ഗോട്ട് ആഡ് ഗ്ലോബൽ കമ്പനി ആ നോർത്ത് കളമശ്ശേരിയിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാറി ചങ്ങമ്പുഴ പാർക്കിലാണ്, ഇടപ്പള്ളി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ ഈ ഗോട്ട് ആഡ് കമ്പനി പറയുന്നത് ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ഞങ്ങൾക്ക് ഇമാതിരി പരിപാടികൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി എന്നുള്ളതൊക്കെ പറയും. പക്ഷെ ഈ കമ്പനി ഈ ഓഫറുമായിട്ട് കേരള സർക്കാരിനെ സമീപിക്കുന്നതിന് കഷ്ടിച്ച് 20-25 ദിവസം മുമ്പ് ഫോം ചെയ്തൊരു കമ്പനിയാണ്. അവിടെയാണ് ഈ ഗുലുമാലകളൊക്കെ. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ടർ TV അവകാശപ്പെടുന്നത് ഞങ്ങൾ ഇവരുമായിട്ട് ചർച്ച നടത്തി, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഏതാണ്ട് 126 കോടി രൂപ കൈമാറി എന്നാണ് പറയുന്നത്. അത് വാസ്തവമാണ്. കാരണം ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഒഫീഷ്യൽ X അക്കൗണ്ട് വഴി കേരളത്തിലേക്ക് വരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതില് കേരള സർക്കാരിനെയും റിപ്പോർട്ടർ TVനെയും ടാഗ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടൂർ ഷെഡ്യൂളില് കേരളവും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. കാര്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവിടെ ഉദ്ദേശിച്ചത് അവരുടെ കൊമേഴ്സ്യൽ എഗ്രിമെന്റ് ആണ്. അതായത് അവരുടെ ഈ പരസ്യം പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് അവരൊരു മത്സരം ഫിക്സർ തീരുമാനിച്ചുകൊണ്ടുള്ള പരിപാടിയൊന്നും അല്ല. ഈ രീതിയിൽ കേരളത്തിലേക്ക് അവരുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരാൻ, അതായത് അവർ വരുന്നതിന് അവർക്ക് കുറച്ച് കാശ് കിട്ടും. അത് മാത്രമാണ് അവരുടെ പരിപാടി. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഇടപാടുകളിൽ സുതാര്യത കുറവും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചമല്ല. അതായത് കൊച്ചി സ്റ്റേഡിയം ആണല്ലോ
കണ്ടെത്തിയത്. ആ സ്റ്റേഡിയത്തിൽ വേണ്ട സൗകര്യങ്ങളില്ല, അത് സമയത്തിന് വികസിപ്പിച്ചെടുക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഫുട്ബോൾ മത്സരം നടക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി. അപ്പൊ പിന്നീട് ഈ റിപ്പോർട്ടർ TV വീണ്ടും അറിയിപ്പുമായിട്ട് വന്നു. അതായത് നേരത്തെ ഇവർ പറഞ്ഞത് ഏതാണ്ട് നവംബർ 17 തീയതി 2025 നവംബർ 17 തീയതി മത്സരം നടക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് മാർച്ചിലേക്ക് മാറ്റി, 2026 മാർച്ചിലേക്ക് മാറ്റി. പിന്നീട് അതും ഇല്ല. ഇതാണ് നടന്നത്. അല്ല, ഇതിന്റെ പിന്നില് നമ്മൾ അന്വേഷിച്ചപ്പോ കുറെ വസ്തുതകൾ വന്നിട്ടുണ്ട്. അതായത് അർജന്റീന ടീം പോലെ ഒരു ടീം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ആദ്യം ആ കാര്യം നിലപാടെടുക്കേണ്ടത് ഇവിടുത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫുട്ബോൾ അസോസിയേഷൻ ആണ്. ഇപ്പൊ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ധാരണയിലെത്തണം. ഇക്കാര്യം ഈ ഒരു പ്രപ്പോസല് ആദ്യം പോകേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. അല്ല, അതിനു മുമ്പ് സംസ്ഥാന സർക്കാർ തലത്തിൽ ഒരു ചർച്ച നടക്കണം. ഞാൻ പറയട്ടെ, കേന്ദ്ര സർക്കാരിലേക്ക് പോകും. കാര്യം ഇത് വിദേശത്തുനിന്ന് ടീമുകൾ വരുന്നതല്ല. അപ്പൊ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കണം, അവർക്ക് വേണ്ട ഫെസിലിറ്റി. അപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇടപെടേണ്ടതാണ്, ആഭ്യന്തര വകുപ്പ് ഇടപെടേണ്ടതാണ്. പിന്നെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ വേണ്ട എല്ലാ പ്രോട്ടോക്കോളും പൂർത്തിയാകുമ്പോൾ മിനിമം ഒരു വർഷത്തെ സമയം എടുക്കും, കൂടിയാലോചനകൾക്ക് വേണ്ടി മാത്രം. അതിനുശേഷം ഈ മത്സരം ഓൺ ആണെങ്കിൽ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ ഫിഫയുടെയും ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികളും നമ്മുടെ സ്ഥലത്ത് വന്ന് അതിന്റെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ക്രമീകരണങ്ങൾ ഒരുക്കുക. അവർക്ക് വേണ്ട താമസ സൗകര്യം എല്ലാം ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ മിനിമം ഒരു 2 വർഷമെങ്കിലും എടുക്കും സാധാരണ നിലയിൽ. അതായത് ടൈം ടേബിൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു മത്സരം ഇപ്പൊ കേരളത്തിൽ നടക്കണമെങ്കിൽ ഒരു 2 വർഷമെങ്കിലും സമയം എടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഏതാണ്ട് ഈ അബ്ദുറഹ്മാൻ പ്രഖ്യാപനം നടത്തിയത് 2024 നവംബർ 20 പ്രഖ്യാപനം നടത്തി. അടുത്ത നവംബറിൽ കൃത്യം 1 വർഷത്തിനുള്ളിൽ മത്സരം നടക്കുമെന്ന്. എവിടെ? കൊച്ചിയിൽ. മര്യാദക്ക് ISL മത്സരങ്ങൾ പോലും നടത്താനുള്ള സൗകര്യമില്ലാത്ത കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അർജന്റീന പോലെ ഒരു ടീം വന്ന് കളിക്കണമെങ്കിൽ അവിടെ എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം? തീർച്ചയായിട്ടും. അപ്പൊ ആ സ്റ്റേഡിയം ഈ പറയുന്ന സർക്കാരിന്റെയോ മറ്റാരുടെയോ കൃത്യമായ അംഗീകാരമോ മറ്റ് രേഖകളോ ഒന്നും ഇല്ലാണ്ട് ഇവർക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങ് കൈമാറി റിപ്പോർട്ടർ TVക്ക്. കൈമാറ്റം ചെയ്തു. പിന്നെ അവരവിടെ എന്തൊക്കെയോ ചെയ്ത് പാതി വഴിയിൽ അത് ഉപേക്ഷിച്ചു. അവർക്ക് കുറെ വികസനം ഏതായാലും ഇപ്പൊ ഇവിടെ നടന്നേക്കുന്നത് ഈ റിപ്പോർട്ടർ TV 126 കോടി രൂപ കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അന്വേഷണ റിപ്പോർട്ട് വാസ്തവമാണെങ്കിൽ, പ്രശാന്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വാസ്തവമാണെങ്കിൽ ഈ 126 കോടി രൂപ എവിടെ? അത് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയുടെയോ അവരുടെ പ്രോപ്പർ ചാനൽ വഴി കൈമാറ്റം ചെയ്തതായിട്ട് അതിന്റെ റെക്കോർഡ്സുകൾ ഇല്ല എന്ന് പറയുന്നു. കൂടാതെ ഇവര് ഇത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് കൈമാറാനായിട്ട് ഒരു തേർഡ് പാർട്ടിയെ ചുമതലപ്പെടുത്തി. ആ കമ്പനിയുടെ പേര് ടൂർ പ്രൊഡ് സെന്റർ LLC എന്നുള്ളതാണ്. ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ്. ഇവർക്ക് എതിരെ അമേരിക്കയിൽ ഈ കള്ളപ്പണം വെളുപ്പിച്ചതിനെതിരെ അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അവരെയാണ് ഇവര് പണം കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാ ഇതേ രീതിയിൽ വിദേശത്തേക്ക് ഇത്രയും 126 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് GST അടയ്ക്കണം. അത് ആ GST തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും പറയുന്നു. അത് മാത്രമല്ല പ്രേമ, ഇവരെ പ്രായോജകരായിട്ട് കൊണ്ടുവരാൻ പോകുന്നു, ഇവരാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന പോലീസ് വകുപ്പ് സർക്കാരിന് നിർദ്ദേശം കൊടുത്തെന്നാണ് പറയുന്നത്. ഇവര് ഫ്രോഡുകളാണ്, ഇവർ നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്, ഇവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് പോലീസ് വകുപ്പിന്റെ നിർദ്ദേശം പോയതായിട്ട് ഇപ്പോൾ റെക്കോർഡിക്കൽ. അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കാരണം ഈ അർജന്റീന ഫുട്ബോൾ ടീം അല്ലെങ്കിൽ മെസ്സി ഇവിടെ വരുന്നതിന്റെ പിന്നിൽ ഫുട്ബോളിനോടുള്ള അമിതമായ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ മെസ്സിയോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടോ എന്നും അല്ല. അത് വാസ്തവത്തിൽ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു. കാരണം അർജന്റീന ടീം അല്ലെങ്കിൽ മെസ്സി കേരളത്തിൽ വരിക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ മലപ്പുറം മേഖല അല്ലെങ്കിൽ കോഴിക്കോട് തൊട്ട് ഈ മേഖലയിലോ ഈ മലപ്പുറം അല്ലെങ്കിൽ ആ ഒരു മലബാർ മേഖലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ സ്ട്രോങ് ഹോൾഡുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ തന്നെയാണ് ശക്തി കേന്ദ്രങ്ങളുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു 10 ഫ്ലക്സ് പിണറായിയുടെ തലയോടൊപ്പം മെസ്സിയുടെ തലയും കൂടി വന്നാലോ? മെസ്സിക്ക് ഹാരം അണിയിക്കുന്ന പിണറായി, എന്താകും അവസ്ഥ? അവിടെ ആ ഭാഗത്തൊക്കെ
മിനിമം ഒരു 100 വോട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത്. അല്ല, അതിന് ഉദാഹരണമാണ് ഈ മലപ്പുറത്തുകാരനായ യു ഷറഫ് അലി എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ താരം. അദ്ദേഹം സ്പോർട്സ് കൗൺസിലിലെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇതിൽ ഞാൻ ഉറപ്പ് തരുന്നു കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇതിൽ ഇടപെടുത്തിയിരിക്കുക. അല്ല, ഇപ്പോ റിപ്പോർട്ടർ ടിവിക്കാർ പറയുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻകാർ ഇപ്പോഴും ഞങ്ങളോട് ബന്ധപ്പെടും, ഞങ്ങൾക്ക് ഇപ്പോഴും മെയിൽ അയക്കുന്നുണ്ട്, ഞങ്ങൾ ഇനിയും വരാൻ തയ്യാറാണ്, ഇനിയും വരാൻ തയ്യാർ. കാശ് കൊടുത്താൽ അവർ വരുമെന്നേ. പക്ഷെ കാശ് എവിടുന്നാ? കോടികൾ മറിയുന്നുണ്ടല്ലോ. ഇതിന്റെ സോഴ്സ് എവിടെ? അവിടെയാണ് ഈ പ്രശ്നം. നിങ്ങൾ കൊണ്ടുവന്നോ? അത് പ്രോപ്പർ ചാനലിൽ ഇതിനൊക്കെ കണക്കും രേഖയൊക്കെ വേണ്ടേ? ഇനിയിപ്പോ ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ TV, അവരുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത് MV നികേഷ് കുമാർ തുടങ്ങിയ ഇൻഡോ ഏഷ്യൻ ന്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് തുടങ്ങിയത്. ഇവര്, എന്റെ ഊഹം ശരിയാണെങ്കിൽ 2022 മറ്റോ, അതെ 2022 മറ്റോ ഇവര് ഈ ആൻഡോ അഗസ്റ്റിനും ടീം ഇത് ഇവര് വാങ്ങുകയാണ് ചെയ്തത്. അന്നാണ് ഇത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ RBC എന്ന പേരുടെ പുതിയ കമ്പനിയായത്. അപ്പൊ അതിനുശേഷം അതിനു മുമ്പ് ഈ ആൻഡോ അഗസ്റ്റിനും സംഘവും മാംഗോ ഫോൺ എന്ന രീതിയിൽ മുൻ മാധ്യമ പ്രവർത്തകൻ അല്ല, നിലവിലും MP ബഷീർ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ പ്രകാരം ചൈനയിൽ നിന്ന് ഫോൺ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് മാംഗോ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിവിടെ വിൽക്കാനായിട്ടുള്ള പരിപാടി നടത്തി. അങ്ങനെ നിക്ഷേപ സമാഹരണം നടത്തി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികളാണ് ഇവർ. ഇവരുടെ പശ്ചാത്തലം ഇതാണ്. അങ്ങനെയുള്ളവരാണ് ഒരു ന്യൂസ് ചാനൽ വാങ്ങുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടർ TV ആ സമയത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ അവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ അതത്ര പ്രതിസന്ധിയിലായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അപ്പൊ ഇപ്പോ ആ സമയത്ത് ആ ന്യൂസ് ചാനൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നത് ഈ കൊച്ചിയില് സിനിമ PRO ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു അലി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന കുറച്ച് സിനിമ PR പ്രൊമോഷൻ സാധനങ്ങളും മറ്റു പല ചാനലുകളുടെയും വാർത്ത അത് യൂട്യൂബിൽ നിന്നോ മറ്റോ ചുരണ്ടി എടുത്തിട്ട് ഷൂട്ടിന് പോകാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ വളരെ കഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന സമയത്താണ് ഇവരത് ഏറ്റെടുക്കുന്നത്. നികേഷ് കുമാർ അതുവരെ അത് പിടിച്ചു അടയ്ക്കാൻ പോലും കാശില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലെ ബില്ല് പോലും അടയ്ക്കാൻ കാശില്ല. ഏതായാലും അതുവരെ എന്നിരുന്നാലും ആ പേരിന്റെ ആ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിന്റെ അന്തസ്സ ഒരു പണയം വെച്ചിരുന്നില്ല. അത് ഇവര് ഏറ്റെടുത്തു. അതിനുശേഷം പിന്നീട് കണ്ടത് എന്താ പറയുക, പണത്തിന്റെ ഒരു മഞ്ഞളിപ്പാണ്. മലയാളം ചാനൽ രംഗത്ത് ഉള്ള നല്ല പ്രൊഫൈലുള്ള എല്ലാരെയും അവര് എത്രയാണോ ആഗ്രഹിച്ച് അതിനേക്കാൾ കൂടുതൽ ശമ്പളവും കൊടുത്ത് അങ്ങോട്ട് എടുക്കുന്നു. എന്നിട്ട് ഇവരുടെ എല്ലാം തലപ്പത്ത് ആൻഡോ അഗസ്റ്റിൻ മാനേജിംഗ് എഡിറ്ററായിട്ട് ഇരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു മാനേജിംഗ് എഡിറ്റർ പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാജുവലി മാധ്യമപ്രവർത്തനം നടത്തി അതിന്റെ പരിചയസമ്പത്തും പ്രാഗൽഭ്യവും വെച്ചുകൊണ്ടാണ് വരുന്നത്, അല്ലേ? സ്വാഭാവികം അങ്ങനെയാണ്. പക്ഷെ ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിന്റെ മാധ്യമപ്രവർത്തന പരിചയം എന്താണെന്ന് അറിയില്ല. അദ്ദേഹം രഹസ്യമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നോ മറ്റെന്തെങ്കിലും പേരിൽ നടത്തിയിരുന്നോ എന്ന് നമുക്കറിയില്ല. ആകെ കുറിച്ച് അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹം ഇതേപോലെ മാംഗോ ഫോൺ തട്ടിപ്പ് നടത്തി, അതിന്റെ ഇടയിൽ മുട്ടിൽ മരമുറി കേസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം. എന്നിട്ട് അദ്ദേഹം എഡിറ്റേഴ്സ് എന്നിട്ട് അദ്ദേഹം ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം കഴിഞ്ഞ ഇത്രയും നാളായിട്ട് പ്രവർത്തിച്ചിരുന്ന അതുമൂലം ഉണ്ടാക്കി അവരുടെ ക്രെഡിബിലിറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പൊ കളിക്കുന്നത്. കാരണം ഈ ആൻഡോ അഗസ്റ്റിൻ പോലെയുള്ള ഒരു സ്ഥാപന മേധാവിക്ക് വേണ്ടിയിട്ട് മറ്റ് പരിണിതപ്രജ്ഞരായ മാധ്യമ പ്രവർത്തകർ അവരുടെ ക്രെഡിബിലിറ്റി ഇപ്പൊ വിറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാര്യം ഇയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ അവര് നിർബന്ധിതമാകുന്ന അവസ്ഥ. അല്ല, വാങ്ങുന്ന ശമ്പളത്തിന് ചെയ്തല്ലേ പറ്റൂ. കാരണം ഒരു പരിധി വരെ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്ന സീനിയർ ജേർണലിസ്റ്റുകൾക്കൊക്കെ മറ്റൊരു ഓപ്ഷൻ ഇല്ല, ചാടാനും പറ്റില്ല, മറ്റൊരു സ്ഥാപനത്തിലോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഈ ഫീൽഡ്, ഈ രംഗം എന്ന് പറയുന്നത് ഇപ്പോ ഏതാണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ന്യൂസ് ചാനൽ വാർത്തകൾ TV-യിൽ കാണുന്നവരുടെ എണ്ണം വളരെ കുറവായി ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിന്റെയും യൂട്യൂബിന്റെയും പുറകെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി മറ്റൊരു സ്ഥാപനത്തിൽ വലിയൊരു കരിയർ ഇവർ പ്രതീക്ഷിക്കുന്നില്ല, കിട്ടാനും സാധ്യതയില്ല. അപ്പോൾ ഇദ്ദേഹത്തെ സഹിക്കുക എന്നുള്ളൊരു ചുമതല മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരവസ്ഥയിൽ എന്താ പറയുക, ഇതേപോലെ ഇപ്പോ ഒരു നരേറ്റീവ് ഉണ്ടാക്കി എടുക്കുകയാണ്. മെസ്സി സംഭവത്തിന്റെ പിന്നിൽ നടന്ന പച്ച തട്ടിപ്പാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന സാമാന്യ മലയാളികൾക്കൊക്കെ അത് മാത്രമല്ല പറയാം. ഇപ്പൊ അവർ പറഞ്ഞുണ്ടാക്കുന്നത്, ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന VD സതീശനെതിരെ ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്തത് VD സതീശനെതിരെ എന്നല്ല, UDF-നെ അനുകൂലിക്കാത്ത ഒരു ചാനൽ ഞങ്ങളായിരുന്നു. ഞങ്ങൾ മാധ്യമധർമ്മമാണ് നിർവഹിച്ചിരുന്നത്. ആ മാധ്യമധർമ്മത്തിനെ ഇപ്പൊ ഒരു കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കഥയുമായി ഇറങ്ങിയിരിക്കുന്നത്. അതിന് അവരെ ഒപ്പം നിൽക്കാൻ കുറെ മാധ്യമങ്ങളും ഉണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ ചർച്ച പോകുന്നത്.
അതായത് ഈ ശബരിമലയിൽ പണ്ട് രസകരമായ ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ കൂടെ വന്ന 67 പേരും, ആ 67 പേർക്ക് വഴിതെറ്റിപ്പോയി, ഞാൻ ഇന്ന സ്ഥലത്ത് നിൽപ്പുണ്ട്, എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയുന്ന രീതിയാണത്. കാരണം മലയാളം മാധ്യമ രംഗത്ത് എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തന പരിചയമുള്ള പത്രങ്ങളും ചാനലുകളും അവർക്കൊന്നും ബോധ്യമാകാത്തൊരു സാധനമാണ് ആൻഡോ അഗസ്റ്റിന് ബോധ്യപ്പെട്ടത്. അതെ, അല്ലെങ്കിൽ അവരെല്ലാം ചെയ്യുന്നത് എല്ലാം മാധ്യമ ധർമ്മത്തിന് വിരുദ്ധവും ഞങ്ങൾ ചെയ്യുന്നതാണ് ഐഡിയൽ മാധ്യമ പ്രവർത്തനം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. അതിന് ഓശാന പാടാനായിട്ട് കുറെ സൈബർ സഖാക്കളും ഉണ്ട്. അല്ല, അത് മാത്രമല്ല, പ്രേം പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം അങ്ങ് മാനേജിംഗ് എഡിറ്ററായിട്ട് അങ്ങ് അവരോധിക്കുകയാണ്, സ്വയം അവരോധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കീഴിലിരിക്കുന്നവരൊക്കെ തന്നെ നല്ല കഴിവുള്ള റിപ്പോർട്ടേഴ്സ് ഒരുപാട് പേര് അതിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഈ എഡിറ്റോറിയൽ സാധനങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ അദ്ദേഹം കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ പറയുമ്പോൾ ഞാനൊക്കെ ഇത് കണ്ടിട്ട് എനിക്കൊരു ചളിപ്പ് തോന്നിയിട്ടുണ്ട്. കാര്യം ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? അല്ല, പ്രശ്നം എന്താ വെച്ചാൽ മറ്റ് അരുൺകുമാറിന്റെ കൂടെയും സ്മൃതിയുടെ കൂടെയും അല്ല, അരുൺകുമാറിന്റെ മാധ്യമ പ്രവർത്തന പശ്ചാത്തലം അത് വേറെ കാര്യം. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, കുറച്ച് ചാനൽ ഡിബേറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന മാധ്യമ കസർത്തുകളെ മാധ്യമ പ്രവർത്തനം എന്ന് മറ്റുള്ള പലരും ഉണ്ട്. പതിറ്റാണ്ടുകളായി ഈ ഫീൽഡിൽ പണിയെടുത്ത് അവരുടെ ജീവിതവും അധ്വാനവും എല്ലാം ഇതിനു വേണ്ടി ചെലവഴിച്ച ഈ പൊറാട്ട നാടകം കണ്ട് എന്ത് ചെയ്യണം, പ്രതികരണശേഷി നഷ്ടപ്പെട്ട് അതും പണയം വെച്ച് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു അധ്യായം കൊണ്ട് മിക്കവാറും ഈ ഒരു കാരണം കൊണ്ട് തന്നെ അല്ല, ഇനിയിപ്പോ ഇരവാദം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ TV എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെതിരെ എന്ത് നടപടി ഉണ്ടായാലും ഞങ്ങള് ഈ രീതിയിൽ പ്രതികരിച്ചതുകൊണ്ട് ഞങ്ങളെ വേട്ടയാടുന്നു എന്ന നെഗറ്റീവ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതല്ല. റിപ്പോർട്ടർ ചാനലിൽ അങ്ങനെ കണ്ട ഒരു CPM സപ്പോർട്ട് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് റിപ്പോർട്ടറിന് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാര്യം നടന്നാലല്ലേ അങ്ങോട്ട് കൂറ് കാണിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് CPMന്റെ പൊതു സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അവർ ഇനി അങ്ങനെ കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇവർ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. കാര്യം ഇനിയിപ്പോ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അല്ല, ഈ കാര്യത്തിൽ CPMന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാര്യം അവർ വാദിച്ചുകൊണ്ടിരുന്നത് 10 പൈസ സംസ്ഥാന സർക്കാരിന് നഷ്ടമില്ലാത്തൊരു കേസാണ്. റിപ്പോർട്ടർ TVയും വാദിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചത് എന്താ? പണം നഷ്ടമായെങ്കിൽ അത് ഞങ്ങളുടേതല്ലേ, നിങ്ങൾക്ക് എന്താ ചെയ്യണം എന്നാ ചോദിക്കുന്നത്. അതെ, ഇപ്പൊ അവര് ഈ പറയുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അവർ കേസ് കൊടുക്കാൻ പോണെന്നാ പറയുന്നത്. എന്നിട്ട് അതിന്റെ രേഖകളൊക്കെ പുറത്തുവിടാത്തതെന്താ? അല്ല, അങ്ങനെ കേസ് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ അവര് നിരപരാധികളാണെങ്കിൽ അത് വേണ്ടി വന്നാൽ അതിന്റെ രേഖകൾ പുറത്തുവിട്ടാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ എങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അതൊക്കെ അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ക്രിമിനൽ കോടതിയിലൊക്കെ പോകുന്ന എന്തും ആയിക്കോട്ടെ. ഏതായാലും CPMന് ഈ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാര്യം അബ്ദുറഹ്മാൻ പോയത് 13.4 ലക്ഷം രൂപ അത് പൊതു ഖജനാവിൽ നിന്ന് ചെലവാക്കിയതാണെന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആൻഡോ അഗസ്റ്റിൻ 126 കോടി രൂപ ഇവർക്ക് കൊടുത്തു എന്നുള്ള സത്യമാണെങ്കിൽ തന്നെ ആ 126 കോടി എവിടുന്നാണ് സോഴ്സ്? അത്രയും ഭീമമായ പണം എവിടുന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ GST അടച്ചിട്ടുണ്ടോ? ഈ കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തിയാൽ ഈ പ്രശ്നം തീർന്നു. അതൊന്നും ഇല്ലാണ്ട് നിരന്തരമായി അവകാശവാദം പറയുക. ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും വലിയ കോമഡി, ഞങ്ങളെ ഇതിൽ തെറ്റുകാരാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ 1 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചേക്കുക. അപ്പൊ ഇതും കൂടി ചേർത്ത് 127 കോടിയുടെ തട്ടിപ്പാണ്. അത് മാത്രമല്ല പ്രേമ, ഇന്ന് ഞാൻ കേട്ടത് മാംഗോ ഫോൺ ഉണ്ടാക്കിയ അവിടുത്തെ ഒരു ഭയങ്കര ബിസിനസ്സുകാരനാണ് ആൻഡോ അഗസ്റ്റിൻ, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതിലോ ഒരു പഴയ വീഡിയോ അല്ലേ ജാംബോന്റെ കാലത്തെ, അങ്ങനെ കുറെ അധികം തള്ളുകളുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം ഇത് എത്രത്തോളം ഈ ഗെയിം പോകും എന്നുള്ളത്.